തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സൗമ്യ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമായി വന്നത് 6/8/2022 എൻ്റെ വിവാഹം കഴിഞ്ഞ് 1.5 വർഷമായി എനിക്ക് കുട്ടികളില്ലായിരുന്നു. അങ്ങനെ ഞാൻ SAT ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യ നിയോഗം ഞാൻ എഴുതിയത് ഒരായുസ്സും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണമെന്നാണ്. അത് കഴിഞ്ഞ് എനിക്ക് 17-ാം തീയതിയാണ് ഹോസ്പിറ്റലിൽ പോവേണ്ടിയിരുന്നത് അടുത്ത്. അപ്പോഴാണ് എൻ്റെ രോഗങ്ങളെപ്പറ്റി ഞാൻ അറിയുന്നത്. എനിക്ക് ജന്മന അണ്ടങ്ങളില്ലെന്നും അണ്ടോൽപാദനം നടക്കുന്നില്ലെന്നും ഞാൻ അറിഞ്ഞത്. അന്ന് വീട്ടിൽ നിന്ന് വഴക്കിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയിരുന്നത്. അങ്ങനെ അവർ പറഞ്ഞു, ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ 2-3 അണ്ടങ്ങളുള്ളത് അത് നശിച്ചു പോകും, അതുകൊണ്ട് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, IVF-ലോട്ട് പോവാമെന്ന് പറഞ്ഞു. ഈ IVF എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. IVF-ഉം ഫെയിലാവുകയാണെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ശിശുവിലോട്ട് പോവാമെന്ന് പറഞ്ഞു. അതിന് 1.5 ലക്ഷം രൂപ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ട്യൂബ് ടെസ്റ്റിന് എഴുതി തന്നു. അടുത്ത മാസം വരുമ്പോൾ ട്യൂബ് ടെസ്റ്റ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഞാൻ എൻ്റെ രോഗത്തെപ്പറ്റി ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആരോടും പറഞ്ഞില്ല. എൻ്റെ രോഗവിവരങ്ങളെല്ലാം ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ വീട്ടിൽ വന്നു. ട്യൂബ് ടെസ്റ്റ് എന്താണെന്ന് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേട്ട് എനിക്ക് ഒരുപാട് പേടി തോന്നി. ഞാനങ്ങനെ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്ക് ട്യൂബ് ടെസ്റ്റ് ചെയ്യാനുള്ള ശേഷിയില്ല, അതിനു മുമ്പ് എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ട്യൂബ് ടെസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് 5-ാം തീയതി ആയിരുന്നു. എനിക്ക് FSH എന്ന ഹോർമോണും കൂടുതലായിരുന്നു. അതുകൊണ്ട് പീരീഡ്സ് എപ്പോൾ വേണോ നിലയ്ക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അടുത്ത മാസം ഞാൻ പീരീഡ്സ് ആയില്ല. 5 ദിവസം കഴിഞ്ഞിട്ടും പീരീഡ്സ് ആയില്ല. അങ്ങനെ പ്രഗ്നൻസി കിറ്റ് വാങ്ങി നോക്കിയപ്പോൾ പോസിറ്റീവായിരുന്നു. അങ്ങനെ ആ മാസം തന്നെ ഓഗസ്റ്റിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർമാർക്ക് പോലും അത്ഭുതം തോന്നി. അങ്ങനെ ഈ വർഷം 27/4/2023 ഞാനൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അതും സുഖപ്രസവം വേണമെന്ന് പ്രാർത്ഥിച്ചു. സുഖപ്രസവം തന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു എനിക്ക്. അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്തു. എനിക്ക് നടുവളവുണ്ടായിരുന്നു, അതിൽ നല്ല വേദന ഉണ്ടായിരുന്നു. ആ വേദന ഇപ്പം ഇല്ല, അതും മാതാവ് മാറ്റി തന്നു. അങ്ങനെ മാതാവ് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ആൻറ്റിയുടെ മകൾക്ക് ഡെലിവറിയിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൃത്രിമ ശ്വാസമാണ് കൊടുത്തിരുന്നത്. അത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ശ്വാസം സ്വയം എടുക്കാൻ തുടങ്ങി. അതും മാതാവ് അനുഗ്രഹിച്ച് തന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും മാതാവ് ചെയ്തു തന്ന എൻ്റെ അനുഗ്രഹം എനിക്കൊരു കുഞ്ഞിനെ തന്നുള്ളതാണ്. ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. വളർച്ചക്കുറവ്, വെള്ളക്കുറവ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. എന്നിട്ടും ഞാൻ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ അവൻ സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഒരുപാട് കടബാധ്യതകളുണ്ട്. അതിന് ചേട്ടന് ഗൾഫിലോട്ട് പോവാൻ വേണ്ടി വിസയ്ക്കുള്ള ക്യാഷ് കൊടുത്തിട്ടുണ്ട്. 2 മാസത്തിനകം അത് അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും മാതാവ് ചെയ്തു തരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി. ആദ്യമായിട്ട് കൃപാസനത്തിൽ വരാൻ പോലും ക്യാഷ് ഉണ്ടായിരുന്നില്ല. ഒരാളിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് കൃപാസനത്തിൽ വന്നത്. യാത്ര പോണത് ബുദ്ധിമുട്ടായതുകൊണ്ട് മടിച്ചിട്ടാണ് ഇവിടെ കൃപാസനത്തിൽ എത്തിയത്. ഒരേ ഒരു തവണയെ ഞാൻ കൃപാസനത്തിൽ വന്നുള്ളൂ. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. പരിശുദ്ധ അമ്മ വഴി